Dear students, good morning all of you. പൊളിറ്റിക്സിൽ നമ്മൾ 29 പാർട്ടുകൾ, 5-ാം അധ്യായത്തോടു കൂടി 29 പാർട്ടുകൾ ചർച്ച ചെയ്തു. 30ാമത്തെ പാർട്ട് കോൺഗ്രസ് വ്യവസ്ഥ വെല്ലുവിളികളും പുനഃസ്ഥാപനവും, ചാലഞ്ചസ് ടു ആൻഡ് റിസ്റ്റോറേഷൻ ഓഫ് ദി കോൺഗ്രസ് സിസ്റ്റം. ഈ അധ്യായമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. അതിന്റെ ഭാഗമായി നമ്മൾ ആ ചാലഞ്ചസ് അതൊക്കെ നമ്മൾ പറഞ്ഞു. ആപൽക്കരമായ ദശാബ്ദം എന്ന് അറിയപ്പെട്ട സംഭവ വികാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത നമ്മൾ പറയുന്നത് നെഹ്റുവിന്റെ കാലശേഷം LBS അഥവാ ലാൽ ബഹാദൂർ ശാസ്ത്രിയിലേക്ക് ഭരണം മാറിയ ആ ഒരു ഘട്ടമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫ്രം നെഹ്റു ടു ശാസ്ത്രി, നെഹ്റുവിൽ നിന്നും ശാസ്ത്രിയിലേക്ക്. ഓരോരോ കാലഘട്ടം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5 വർഷം കൂടുതലുള്ള തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ, ഒരുപക്ഷെ ചില കാലഘട്ടങ്ങളിലൊക്കെ തുടർഭരണം ഉണ്ടാവും. എന്നാൽ മറ്റു ചിലപ്പോൾ എന്തുണ്ടാവും, ആ ഭരിക്കപ്പെടുന്ന വ്യക്തി മരിക്കുകയോ അല്ലെങ്കിൽ പുതിയൊരാളെ തിരഞ്ഞെടുക്കുകയോ ചെയ്യും. അങ്ങനെയാണ് ഇവിടെ അത് സംഭവിക്കുന്നത്. ഫ്രം നെഹ്റു ടു ശാസ്ത്രി, ശാസ്ത്രിയിലേക്ക്, നെഹ്റുവിൽ നിന്നും ശാസ്ത്രിയിലേക്ക്. ആ കാലഘട്ടത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന കെ കാമരാജ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു യോഗം വിളിച്ചുകൊണ്ട് ലാൽ ബഹാദൂർ ശാസ്ത്രിയെ നേതാവാക്കി. നെഹ്റുവിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ എന്ത് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. എന്നാൽ പിന്നീട് കെ കാമരാജിന്റെ നേതൃത്വത്തിൽ യോഗം വിളിച്ചുകൊണ്ട് LBS എന്ന് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ലാൽ ബഹാദൂർ ശാസ്ത്രിയെ നേതാവാക്കി മാറ്റി. അതിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. നെഹ്റു പൊതുവെ ഒരു ജനപ്രിയനായിരുന്നു, മൊത്തത്തിൽ ജനസമ്മതനായിരുന്നു എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് കിട്ടിയത്? ഒരു പൊതുസമ്മതനായതുകൊണ്ടും നെഹ്റുവിന് ശാസ്ത്രിയോടുള്ള ഒരു സമീപനത്തിലെ ആ ഒരു അവസ്ഥ വന്നു. പൊതുവെ നെഹ്റുവിന് വലിയ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ശാസ്ത്രി. LBS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ശാസ്ത്രിയോട് നെഹ്റുവിന് പൊതുവെ നല്ല താല്പര്യമുണ്ടായിരുന്നു. തന്റെ പല ഘട്ടങ്ങളിലും പല മേഖലകളിലും ശാസ്ത്രി അദ്ദേഹം കൂടെ കൂട്ടിയിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നെഹ്റുവിന് ശേഷം ലാൽ ബഹാദൂർ ശാസ്ത്രിയെ നേതാവാക്കി തെരഞ്ഞെടുത്തു. 1964 മുതൽ 1966 വരെ ലാൽ ബഹാദൂർ ശാസ്ത്രി ഭരിച്ചു. അദ്ദേഹത്തെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്ത് 1964 ടു 1966 വരെ ലാൽ ബഹാദൂർ ശാസ്ത്രി ഭരിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണം അത്ര സുഖകരമായിരുന്നില്ല എന്നുള്ളതാണ്. ചില ഭരണകർത്താക്കൾ അങ്ങനെയാണ്. ചിലപ്പോൾ ചില കാലഘട്ടവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ വലിയ പ്രയാസങ്ങൾ നേരിടും. അങ്ങനെ വലിയ തോതിൽ പ്രയാസം നേരിട്ടൊരു വ്യക്തിയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രി. കാരണം പ്രധാനപ്പെട്ട പല വെല്ലുവിളികളും അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത. വലിയ വെല്ലുവിളികൾ അദ്ദേഹം നേരിട്ടു. നമുക്ക് ആ വെല്ലുവിളികൾ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇന്ത്യ ചൈന വാർ. ആ കാലഘട്ടത്തിന് ശേഷം ഇന്ത്യ ചൈന വാർ, ഇന്ത്യയും ചൈനയും തമ്മിൽ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, യുദ്ധമുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിന് ശേഷം യുദ്ധം കൊണ്ടുണ്ടായ നാശനഷ്ടങ്ങളിലുപരിയായിട്ട് കാലവർഷം ചതിച്ചു. കാലവർഷം ചതിക്കുക എന്ന് പറഞ്ഞാൽ സമയത്തിന് മഴ പെയ്യാതെയും അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ചൂട് കൊണ്ടൊക്കെ പാടായിട്ട് കാലവർഷം ചതിച്ചു. അതോടുകൂടി കാർഷിക വിളവെടുപ്പ് കുത്തനെ താഴ്ന്നു. ഇതോടുകൂടി ഇന്ത്യയിൽ ഭക്ഷ്യപ്രതിസന്ധി രൂക്ഷമായി മാറി. അദ്ദേഹത്തിന് നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു. ഒരു രാജ്യം ഭക്ഷ്യപ്രതിസന്ധി നേരിടുമ്പോൾ ദാരിദ്ര്യം കൂടുതലാണ്. അത് അദ്ദേഹം ഏറ്റെടുത്ത് നടത്തിയ ഏറ്റവും വലിയ വെല്ലുവിളി. രണ്ടാമത്തെ അദ്ദേഹം നേരിട്ട ഒരു പ്രശ്നമായിരുന്നു ഇന്ത്യ പാക് വാർ. അദ്ദേഹത്തിന്റെ ഭരണകാലയളവിൽ അദ്ദേഹം നേരിട്ട രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നം ഇന്ത്യ പാക് യുദ്ധമാണ്. പൊതുവെ പല ഭരണകർത്താക്കളും യുദ്ധ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു മഹാമാരി കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തില് പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ട് പല കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ
ഓരോരോ രാജ്യത്തെയും ഭരണകർത്താക്കൾ നേരിടുന്ന പ്രതിസന്ധികൾ, വെല്ലുവിളികൾ, പരാമർശങ്ങൾ, വിമർശനങ്ങൾ ചില്ലറയൊന്നുമല്ല അല്ലെ. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ഈ ഒരു കാലയളവ് അല്ലെ. അപ്പൊ ആ കാലയളവില് ജോൺ ബൈഡൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വിജയസാധ്യതയൊക്കെ പറയുന്നുണ്ട്. അവിടെ ജനങ്ങൾ വിലയിരുത്തിയത് കൊറോണ വൈറസിനെ തടയാൻ ട്രംപ് പരാജയപ്പെട്ടു എന്നാണ്. നിങ്ങൾ അല്ലെ, ലോക്ക്ഡൌണും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലാതെ ഒരുപക്ഷെ കൂടുതൽ മരണസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയാണ്. ബ്രസീൽ, അമേരിക്ക തുടങ്ങിയ രാഷ്ട്രങ്ങളാണല്ലോ. നമുക്ക് നിങ്ങളത് വലിയ വിമർശനമായിരുന്നു. ഇതുപോലെ ശാസ്ത്രി വലിയ വിമർശനങ്ങൾക്ക് വിധേയനായി എന്നുള്ളത്. അങ്ങനെ അദ്ദേഹം അതിനെയൊക്കെ നേരിടാൻ അദ്ദേഹം പ്രാപ്തരായിരുന്നു എങ്കിൽ പോലും അത്തരം വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തെ നമ്മൾ ഓർക്കുന്നത് ഒരു മുദ്രാവാക്യത്തിലൂടെയാണ്. ജയ് ജവാൻ ജയ് കിസാൻ. എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലെ? ജയ് ജവാൻ ജയ് കിസാൻ. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാവി ശോഭനമാക്കാൻ വേണ്ടി, രാഷ്ട്രത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിന് വേണ്ടി, രാഷ്ട്രത്തെ കെട്ടുറപ്പുള്ള ഒരു മേഖലയാക്കി മാറ്റുന്നതിൽ അദ്ദേഹത്തിന്റെ ഈ മുദ്രാവാക്യം ഇന്നും വളരെ പ്രശസ്തമാണ്, ശ്രദ്ധേയമാണ് എന്നുള്ളതാണ്. എന്നാൽ 1966 ജനുവരി 10 LBSനും തിരശ്ശീല വീണു. ലാൽ ബഹാദൂർ ശാസ്ത്രിയും അദ്ദേഹം വിടവാങ്ങും. പക്ഷേ അദ്ദേഹം വിടവാങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ നടത്തിയ കരാറുണ്ടായിരുന്നു. ചരിത്രത്തിൽ ഇന്നും തങ്കലിപ്പികളാൽ എഴുതി വെക്കപ്പെട്ട കരാർ, ദാറ്റ് ഈസ് ട്രീറ്റി ഓഫ് താഷ്കെന്റ്. നമുക്കറിയാം അല്ലെ, താഷ്കെന്റ് കരാർ. അത് അദ്ദേഹവും അതുപോലെ തന്നെ അന്നത്തെ പാക് ഭരണാധികാരിയായിരുന്ന അയ്യൂബ് ഖാനും ഒപ്പുവെച്ച ഒരു കരാർ, താഷ്കെന്റ് കരാർ. ഇന്നും നമുക്കറിയാം വലിയ തോതിൽ അറിയപ്പെടുന്ന ഒരു കരാർ കൂടിയാണ് താഷ്കെന്റ് കരാർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഫ്രം നെഹ്റു ടു ശാസ്ത്രിയുടെ കാലഘട്ടത്തെ കുറിച്ച് പറയാം. അതിന് 66 ജനുവരി 10 അദ്ദേഹത്തിന് തിരശ്ശീല വീഴുകയാണ്. താഷ്കെന്റ് കരാർ പോലുള്ള, ജയ് ജവാൻ ജയ് കിസാൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ, അല്ലെങ്കിൽ അതൊക്കെ അദ്ദേഹത്തിന്റെ എടുത്തു പറയാവുന്ന കാര്യങ്ങളാണ്. വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. ഇനി അദ്ദേഹത്തിന് ശേഷം വരുന്നത് ഫ്രം ശാസ്ത്രി ടു ഇന്ദിരാഗാന്ധി. അത് നമുക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് അവതരിപ്പിക്കാം. ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് വായിക്കുക, ഡൗട്ട്സുകൾ. ഓക്കെ.